ശബരിഗിരി സ്കൂൾ റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, ചോദ്യങ്ങൾ നേരിടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 90 സെക്കൻഡ് ഇതാ ആരംഭിക്കുന്നു. ആദ്യത്തെ ചോദ്യം, അർജുനന് ദേവദത്തം എന്ന ശംഖ് സമ്മാനിച്ചത് ആര്? മയൻ. ശരി ഉത്തരം. എത്രാമത്തെ ദിവസമാണ് ഭീമന് ജരാസന്ധനെ വധിക്കാൻ സാധിച്ചത്? 21. മഹാഭാരത യുദ്ധം 21-ാം ദിവസം. മൈക്കിൾ പറയൂ, തീർച്ചയാണോ? 21-ാം ദിവസം എന്ന് പറയുന്നത് ശരിയാണോ? 70 സെക്കൻഡ്സ് ബാക്കി. ഓക്കെ, സ്കിപ്പ് ചെയ്യാം. രാജാക്കന്മാർക്ക് എത്ര തരം വ്യസനങ്ങൾ ഉള്ളതാണ്? ഓക്കെ, ഞാൻ ചോദ്യം പൂർത്തീകരിക്കട്ടെ. രാജാക്കന്മാർക്ക് എത്ര തരം വ്യസനങ്ങളാണ് ഉണ്ടെന്ന് വികർണൻ പറയുന്നത് 4 എന്ന ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു. നീ നപുംസകമായി തീരട്ടെ എന്ന് അർജുനനെ ശപിച്ചത് ആര്? ഉർവശി, ശരി ഉത്തരം. ക്രമീരന്റെ വധത്തിന് ശേഷം ഭീമനും കൂട്ടരും എവിടേക്കാണ് പോയത്? മൈക്കിൾ പറയാം. ഉത്തരം പറയുമ്പോൾ മൈക്കിൾ പറയുക. 40 സെക്കൻഡ്സ് ബാക്കി. ക്രമീരവധത്തിന് ശേഷം ഭീമനും കൂട്ടരും എവിടേക്കാണ് പോയത്? സ്കിപ്പ്. ദ്വൈതവനത്തിലേക്കാണ് പോയത്. ഇന്ദ്രന്റെ തേരാളി ആര്? മാതലി. ശരി ഉത്തരം. ശിവനെ തപസ് ചെയ്തതിനിടയിൽ ഏത് അസുരനെയാണ് അർജുനൻ വധിക്കുന്നത്? 22 സെക്കൻഡ്സ്. ശരി ഉത്തരം. ശ്രീകൃഷ്ണ ഭഗവാന് രുക്മിണിയിലുണ്ടായ പുത്രന്റെ പേര്? പ്രദ്യുമ്നൻ. പ്രദ്യുമ്നൻ, ശരി ഉത്തരം. വനവാസക്കാലത്ത് എവിടെ വെച്ചാണ് വിതുരർ പാണ്ഡവരെ കാണുന്നത്? 10 സെക്കൻഡ്സ്. മൈക്കിൾ പറയൂ. ഉത്തരം പറയുന്നു മൈക്കിൾ പറയൂ. 4. അറിയില്ല, സ്കിപ്പ് ചെയ്യുന്നു. ഓക്കെ, പാഞ്ചാലി ധൃതരാഷ്ട്രയോട് എത്ര വരമാണ് ആവശ്യപ്പെട്ടത്? 2 വരം. ശരി സമയം ഉത്തരം. കഴിഞ്ഞു. കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾ ശ്രമിച്ചത് 10 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ്. അതിൽ വനവാസക്കാലത്ത് എവിടെ വെച്ചാണ് വിതുരർ പാണ്ഡവരെ കാണുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആർക്കെങ്കിലും അറിയാമോ? കാമ്യകവനം. കാമ്യകവനം, ശരി ഉത്തരം. എത്രാമത്തെ ദിവസമാണ് ഭീമൻ ജരാസന്ധനെ വധിക്കാൻ സാധിച്ചത്? ത്രയോദശിയിൽ നിന്നും 11ാമത്തെ ദിവസം. ത്രയോദശിയിൽ നിന്നും 11ാമത്തെ ദിവസമോ? അപ്പൊ എത്ര ജരാസന്ധനും ദിവസമായി? ഭീമനും തമ്മിൽ യുദ്ധം നടക്കുന്ന 14-ാം ദിവസം എന്നതാണ് ശരിയായ ഉത്തരം. ഓക്കെ, ക്രമീരവധത്തിന് ശേഷം ഭീമനും കൂട്ടരും എവിടേക്കാണ് പോയത് എന്നൊരു ചോദ്യം. അതിനുത്തരം ദ്വൈതവനം, ശരി ഉത്തരം. അവിടെയാണ് നിങ്ങൾ മിസ് ചെയ്തത്. അങ്ങനെ 10-ൽ 7 ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശബരിഗിരി സ്കൂൾ നിങ്ങൾക്ക് 70 പോയിന്റാണ് ലഭിച്ചിട്ടുള്ളത്. അടുത്തതായി വ്യാസവിദ്യാലയ കാക്കനാട് കൊച്ചി. റെഡിയല്ലേ? വ്യാസവിദ്യാലയം തയ്യാറാണോ? തയ്യാറാണ്. നിങ്ങളുടെ 90 സെക്കൻഡ് ഇത് ആരംഭിക്കുന്നു. ആദ്യത്തെ ചോദ്യം, രാജസൂയം നടത്താൻ ഏത് രാജാവിനെ ജയിക്കാൻ പ്രയാസമാണെന്നാണ് ഭഗവാൻ പറയുന്നത്? ജരാസന്ധൻ. ഓക്കെ, ജരാസന്ധൻ, ശരി ഉത്തരം. ജരാസന്ധന്റെ പുത്രന്റെ പേരെന്ത്? സഹദേവൻ. ശരി ഉത്തരം. പാഞ്ചാലിയുടെ വസ്ത്രമഴിക്കാൻ ദുശാസനോട് പറയുന്നത് ആര്? കർണൻ. ശരി ഉത്തരം. അർജുനന്റെ സുഖവിവരങ്ങൾ അറിയാൻ പാണ്ഡവന്മാരുടെ അരികിലേക്ക് ഇന്ദ്രൻ ആരെയാണ് അയച്ചത്? അറിയില്ല, സ്കിപ്പ്. ഓക്കെ, ഇന്ദ്രന്റെ രാജധാനിയുടെ നാമം എന്ത്? അമരാവതി. അമരാവതി, ശരി ഉത്തരം. സാൽവന് സൗഭം എന്ന വിമാനം അനുഗ്രഹിച്ചു നൽകിയത് ആര്? അറിയില്ല. ഓക്കെ, മൂകാസുരൻ ഏത് പ്രച്ഛന്ന വേഷത്തിലാണ് അർജുനന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്? പന്നി. ഓക്കെ, വരാഹ രൂപത്തിൽ, ശരി ഉത്തരം. മാർക്കണ്ഡേയ മഹർഷി പാണ്ഡവന്മാരെ എവിടെ വെച്ചാണ് കാണുന്നത്? അറിയില്ല. ഓക്കെ, സ്കിപ്പ്. വിതുരരെ അന്വേഷിച്ച് ആരാണ് കാമ്യക വനത്തിലെത്തിയത്? അറിയില്ല. ഓക്കെ, സ്കിപ്പ്. വനവാസത്തിന് പോയ പാണ്ഡവന്മാരോട് കൗരവന്മാർ യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അത് തടഞ്ഞതാര്? അറിയില്ല. ഓക്കെ, സ്കിപ്പ്. നിന്റെ തുട ഭീമൻ തന്റെ ഗദ കൊണ്ട് അടിച്ചു പൊളിക്കട്ടെ എന്ന് ദുര്യോധനെ ശപിച്ച മഹർഷി ആര്? ഓക്കെ, സ്കിപ്പ്. ജരാസന്ധന് കംസനുമായി എന്ത് ബന്ധമാണുള്ളത്? ജരാസന്ധന്റെ പുത്രിമാരെയാണ് കംസൻ വിവാഹം കഴിച്ചിരുന്നത്. ഓക്കെ, ജരാസന്ധന്റെ ജാമാതാവാണ് കംസൻ. ഓക്കെ, 5 ശരി ഉത്തരം. സെക്കൻഡ്സ് ബാക്കി. എത്ര വിധത്തിൽ കർത്തവ്യധർമ്മം ഉണ്ടെന്നാണ് ശൗനക മഹർഷി യുധിഷ്ഠിരോട് പറയുന്നത്? അതും സ്കിപ്പ്. ഓക്കെ, സമയം അവസാനിച്ചിരിക്കുന്നു. എന്തായാലും ശ്രമിച്ചത് 13, സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് 7 ചോദ്യങ്ങളാണ് നിങ്ങൾ 13-ൽ സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. വ്യാസവിദ്യാലയം കാക്കനാട് നിങ്ങൾ ശ്രമിച്ച 6 ചോദ്യങ്ങൾ, 6 ശരിയായ ഉത്തരങ്ങൾ നൽകി നിങ്ങൾക്ക് 60 മാർക്കാണ് ലഭിക്കുന്നത്.